രാജേഷ്, ഇറ്റ്സ് ടൈം ഫോർ ദാറ്റ് സ്പെഷ്യൽ ഒരു അവാർഡ്. നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു അവാർഡാണ് പാറ്റ്ലൂൺ സൈമ 2019 കോ പ്രസന്റഡ് ബൈ ഹലോ ആപ്പിൾ. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന കാറ്റഗറി ഓഫ് അവാർഡ് എന്ന് പറയുന്ന ബെസ്റ്റ് ആക്ടർ. Pantaloons Best Actor in a Leading Role. ആരായിരിക്കും ഈ ഒരു അവാർഡ് ഇന്ന് നേടാൻ പോകുന്നത്? ഇത് അറിയിക്കാനായിട്ട് ലെറ്റ്സ് ഇൻവൈറ്റ് റയൻ ഫുഡ്. And the Pantaloons Best Actor Malayalam Award goes to Tovino Thomas. ജനങ്ങളാണ് ഇന്ന് താങ്കളെ ഇവിടെ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വോട്ടിലൂടെ. സോ ഈ ഒരു അവസരത്തിൽ ടൊവിനോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വണക്കം. സോ ആദ്യം തന്നെ എന്നെ ഈ അവാർഡിന് കൺസിഡർ ചെയ്തതിന് സൈമയ്ക്കും ഇതിന്റെ സംഘാടകർക്കും നന്ദി പറയുന്നു. അതെ, വോട്ട് ചെയ്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ എന്നെ ഈ അവാർഡിന് അർഹനാക്കിയ സിനിമകളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ആ ക്രൂവിലെ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട മലയാളികൾക്ക് വേണ്ടി ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ടൊവി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് സിനിമാസും ടൊവി ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് എല്ലാ മാസവും ടൊവിയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ എഫേർട്ട് എത്രമാത്രം ഇതാണെന്ന്. പക്ഷേ എങ്ങനെയാണ് ഹൗ യു മാനേജ് ഇറ്റ്? എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആകുന്നത്? ശരിക്കും ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരൂ. എൻ്റെ സീനിയേഴ്സിനെ കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. എന്നേക്കാൾ അധികം സിനിമകൾ ഒരു വർഷം ചെയ്യുകയും എന്നേക്കാൾ നന്നായി അതിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് എനിക്ക് മാതൃകയായിട്ട്. ഞാൻ ഒരു 2 വർഷം മുമ്പ് തന്നെ ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ഇത്രയും സിനിമ ചെയ്യുന്നത്, ഈ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ഞാൻ തല പൊട്ടിത്തെറിച്ച് ചത്തുപോകും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് തല പൊട്ടിത്തെറിക്കും, പക്ഷെ നീ ചാവില്ല, നീ ഇവിടെ തന്നെ ഉണ്ടാവും. ടൊവിനോ, കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഐ ഹാവ് ടു സേ ടൊവിനോ എന്ന് പറയുന്ന ആക്ടർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. യു ആർ വെരി ക്ലോസ് ടു ദ പീപ്പിൾ ഓൾസോ. അതായത് വളരെയധികം ഇൻട്രാക്ട് ചെയ്യും, കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടറാണ്. ടൊവിനോനുള്ള സപ്പോർട്ട് ഒന്ന് കാണിക്കാം. Thank you Tovi and congratulations Tovino Thomas and thank you Ryan. Thank you so much. ഇനി അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്, അഗൈൻ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ അവാർഡ്. ഇതിന്റെ നോമിനേഷൻ ഒന്നുമില്ല. ഈ ബെസ്റ്റ് ആക്ടർ ക്രിറ്റിക്സ് അവാർഡ് ആർക്കാ കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എനി ഗസ്സസ്? സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന നടനായി, സംവിധായകനായി, നിർമ്മാതാവായി, എനിക്ക് തോന്നുന്നു സകല മേഖലകളിലും കൈവച്ച് അവിടെയെല്ലാം സക്സസ് ആയ സകലകലാ വല്ലഭൻ. Absolutely, ladies and gentlemen, boys and girls, a huge round of applause for this extremely wonderful talent. His name is Sukumaran Prithviraj Sukumaran. ഈ അവാർഡ് നൽകുന്നതിനായിട്ട് I would like to welcome Radhika ma'am onto the stage. Good. நீங்க ரொம்ப அழகா இருக்கீங்க இந்த சாரியில. Lot Mobiles Best Actor Critics Malayalam goes to Prithviraj Sukumaran. 3 രാജേട്ടാ 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 അല്ല ഞാനല്ല അവർ പറയുന്നത് പേളി നിർത്തിയാൽ ഞാൻ താങ്ക് യു. ഈ അവാർഡിന് എന്നെ അർഹനാക്കിയ സൈമ, ഈ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്ത, ഇതിനുവേണ്ടി വോട്ട് ചെയ്ത പ്രിയപ്പെട്ട സിനിമാ പ്രേക്ഷകർ, ഇന്ന് ഈ ചടങ്ങിൽ പങ്കുചേരാൻ ഇവിടെ എത്തിയിരിക്കുന്ന മലയാളികളും തമിഴരും എല്ലാവരും, എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി. കൂടെ എന്ന സിനിമയ്ക്കാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ 100ാമത്തെ സിനിമയായിരുന്നു കൂടെ. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ഫിലിം. ചില സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കെപ്പോഴും തോന്നും നമ്മൾ ആ കഥാപാത്രമായി അവതരിച്ചതിന് ശേഷവും ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണ അവകാശം അപ്പോഴും അതിന് സൃഷ്ടാവായ തിരക്കഥാകൃത്തിനും സംവിധായകനുമാണ് എന്ന് ചില സിനിമകൾക്ക് ശേഷം എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ പൂർണ്ണമായും ഇന്നും ജോഷുവ എന്ന കഥാപാത്രം അഞ്ജലിയുടേതാണെന്നാണ് എൻ്റെ തോന്നൽ. സോ അതിന് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് അഞ്ജലി മേനൻ എന്ന ബ്രില്യൻറ്റ് റൈറ്റർ ഡയറക്ടറോടാണ്. സോ താങ്ക് യു അഞ്ജലി ഇഫ് യു ആർ ലിസണിങ് ടു ദിസ് ഫോർ ഗിവിംഗ് മീ ജോഷുവ. താങ്ക് യു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് രാജുവേട്ട, താങ്ക് യു സോ മച്ച് രാധിക മാം, കൺഗ്രാറ്റുലേഷൻസ് പൃഥ്വിയേട്ട വൺസ് അഗൈൻ.